കാർഷിക വാർത്തകൾ. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ. ഉത്സവ സീസണിലും വിലയിടിഞ്ഞു കുരുമുളക്. നാളികേര വിപണിയിൽ ക്ഷാമം രൂക്ഷമാകുന്നു. ഏലക്ക വില ഇടിഞ്ഞു. റബ്ബർ മേഖല തളർച്ചയിൽ. ഉത്സവകാല ഡിമാൻഡിനിടയിലും കുരുമുളകിന് കാലിടേറി. അന്തർ സംസ്ഥാന വാങ്ങലുകാർ നിരക്ക് താഴ്ത്തിയാണ് ചരക്ക് സംഭരിക്കുന്നത്. കൊച്ചിയിൽ 24 ടൺ കുരുമുളക് മാത്രമാണ് വിൽപ്പനയ്ക്ക് എത്തിയതെങ്കിലും വാങ്ങലുകാരുടെ തണുപ്പൻ മനോഭാവം മൂലം നിരക്ക് കിൻഡലിന് 200 രൂപ കുറഞ്ഞ് 68,200 രൂപയായി. വിദേശ ചരക്ക് കലർത്തിയുള്ള മുളക് വിൽപ്പന മുന്നേറ്റത്തിന് തടസ്സമായി. ദക്ഷിണേന്ത്യയിൽ കൊപ്രയ്ക്കും പച്ചത്തേങ്ങയ്ക്കും ക്ഷാമം തുടരുന്നിടയിൽ തമിഴ്നാട്ടിൽ മില്ലുകാർ സ്റ്റോക്കുള്ള വെളിച്ചെണ്ണ വില കുറച്ച് വിറ്റഴിച്ചു. കങ്കായത്ത് വെളിച്ചെണ്ണ വില കിൻഡലിന് 125 രൂപ കുറഞ്ഞ് 32,765 രൂപയായി. 10 ദിവസമായി കൊച്ചിയിൽ വെളിച്ചെണ്ണ വില 36,800 രൂപയിൽ സ്റ്റഡിയാണെങ്കിലും തമിഴ്നാട്ടിലെ വ്യവസായികളുടെ നീക്കം വരും ദിവസങ്ങളിൽ കേരളത്തിലും എണ്ണവിലയിൽ മാറ്റം സൃഷ്ടിക്കാം. ഉത്തരേന്ത്യൻ വാങ്ങലുകാർ ഉത്സവാവശ്യങ്ങൾക്കുള്ള ഏലക്ക സംഭരണത്തിനിടയിൽ ഉൽപ്പന്ന വില താഴ്ന്നു. എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഏലത്തിന് അന്വേഷണങ്ങൾ നിലവിലുണ്ട്. ശരാശരി ഇനം ഏലക്ക വില 2,425 രൂപയായി താഴ്ന്നു. ആഗസ്റ്റിൽ നിരക്ക് 2,600 മുകളിൽ എത്തിയിരുന്നു. ദീപാവലിക്ക് മുന്നോടിയായി വില ഉയരുമെന്ന പ്രതീക്ഷ ഹൈറേഞ്ചിലെ ഏലം കർഷകർ നിലനിർത്തി. വലുപ്പം കൂടിയവ കിലോ 2,958 രൂപയിൽ ലേലം കൊണ്ടു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും മഴ മൂലം പുലർച്ചെ റബ്ബർ ടാപ്പിംഗ് കർഷകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് മെച്ചപ്പെടുത്താനായില്ല. ടാപ്പിംഗ് നടന്ന തോട്ടങ്ങളിൽ പാൽ ലഭ്യത ചുരുങ്ങി. ഉൽപാദന മേഖലയിലെ തളർച്ച കണ്ട് ഉത്തരേന്ത്യൻ ചെറുകിട വ്യവസായികൾ വില ഉയർത്തി ഷീറ്റ് സംഭരിച്ചു. കൊച്ചിയിൽ 5ാം ഗ്രേഡ് റബ്ബർ 18,500 രൂപയായും 4ാം ഗ്രേഡ് 18,700 രൂപയായും ഉയർന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. താങ്ങുവിലയ്ക്ക് പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ എന്നിവ സംഭരിക്കാൻ അനുമതി നൽകി കേന്ദ്ര സർക്കാർ. ഗുജറാത്തിലെയും ഉത്തർപ്രദേശിലുമുള്ള കർഷകർക്ക് നേട്ടം. ഉത്തർപ്രദേശിലെയും ഗുജറാത്തിലെയും കർഷകരിൽ നിന്ന് തുവരപ്പരിപ്പ്, ഉഴുന്ന്, ചെറുപയർ, നിലക്കടല, സോയാബീൻ, എള്ള് എന്നിവ അടിസ്ഥാന താങ്ങുവിലയ്ക്ക് സംഭരിക്കാൻ ഇന്ത്യൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. 13,890 കോടിയുടെ ഏകദേശ ചെലവ് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര കൃഷി മന്ത്രാലയം അറിയിച്ചു. ഉഴുന്ന്, തുവര എന്നിവയുടെ ഉൽപാദനത്തിന്റെ 100%നും MSPയിൽ സംഭരണം അനുവദിച്ചിട്ടുണ്ടെങ്കിലും ചെറുപയർ, എള്ള്, സോയാബീൻ, നിലക്കടല എന്നിവയ്ക്ക് 25% പരിധി ബാധകമായിരിക്കും. സംഭരണ പദ്ധതി പ്രകാരം PM ആശ, നാഫെഡ്, മറ്റു നോഡൽ ഏജൻസികൾക്ക് സംഭരിക്കാൻ അനുവാദമുണ്ട്. നഷ്ടമെന്തെങ്കിലും ഉണ്ടെങ്കിൽ കേന്ദ്രം അത് തിരികെ നൽകും. കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കൂടുതൽ സുതാര്യമായ പേയ്മെന്റുകൾ ഉറപ്പാക്കാൻ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഇരു സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിലെ മാങ്ങാഞ്ചി കൃഷി ചെയ്യാൻ ഗുജറാത്തിലെ സഹകരണ സ്ഥാപനത്തിന് അനുമതി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോടാണ് AISR അമൃത് കൃഷി ചെയ്യുന്നതിനായി അനുമതി നൽകിയത്. ടാറ്റ ട്രസ്റ്റിന്റെ ധനസഹായത്തോടെ ICAR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോടിന്റെ IISR അമൃത് കൃഷി ചെയ്യുന്നതിനുള്ള ലൈസൻസിംഗ് കരാറിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. കൃഷിയിലെ കൂട്ടായ ശക്തിയിലൂടെ സ്ത്രീ കർഷകരെ ശാക്തീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സഹകരണ സ്ഥാപനമായ ലിംഖേത താലൂക്ക് മഹിളാ ബംഗായത്ത് സഹകാരി മണ്ഡലി ലിമിറ്റഡിനാണ് ലൈസൻസ് അനുവദിച്ചിരിക്കുന്നത്. IISRൽ സ്പൈസ് വാല്യൂ ചെയിനുകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായാണിത്. ഈ പങ്കാളിത്തത്തിലൂടെ ഗുജറാത്തിൽ IISR അമൃതിന്റെ ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കളുടെ ലഭ്യത IISR വർദ്ധിപ്പിക്കുകയും മേഖലയിലെ കർഷകർക്ക് പുതിയ ഉപജീവന അവസരങ്ങൾ തുറക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US തീരുവ വർധന ഒഡീഷയിലെ 1,00,000 ചെമ്മീൻ കർഷകരെയും 62 സമുദ്രോൽപ്പന്ന സംരംഭകരെയും ബാധിച്ച റിപ്പോർട്ട്. പുതിയ വിപണികൾ അതിവേഗം കണ്ടുപിടിക്കേണ്ടി വരുമെന്ന് വിലയിരുത്തൽ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US അടുത്തിടെ ഏർപ്പെടുത്തിയ താരിഫ് വർധന ഒഡീഷയിലെ 62 സമുദ്രോൽപ്പന്ന സംസ്കരണ സംരംഭകരെ നേരിട്ട് ബാധിക്കുകയും 25,000 ചെമ്മീൻ കർഷകരെ പരോക്ഷമായി ബാധിക്കുകയും ചെയ്തുവെന്ന് ഒഡീഷ ഫിഷറീസ് മന്ത്രി പറഞ്ഞു. ഒഡീഷയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന സമുദ്രോൽപ്പന്നങ്ങളുടെ ഏകദേശം 24.5% US-ലേക്കാണ്. ഇന്ത്യയിൽ ഏറ്റവുമധികം മത്സ്യ കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഒഡീഷ. ജപ്പാൻ, ദക്ഷിണാഫ്രിക്ക, UK, റഷ്യ, ഓസ്ട്രേലിയ, തെക്കുകിഴക്കൻ ഏഷ്യ എന്നീ ബദൽ വിപണികൾ വിപുലീകരിക്കാൻ കേന്ദ്രം സംസ്ഥാനങ്ങളുമായി കൂടിയാലോചിച്ച് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 1.45 ലക്ഷം മെട്രിക് ടൺ ചെമ്മീൻ ഉൾപ്പെടെ ഏകദേശം 11.92 ലക്ഷം മെട്രിക് ടൺ സമുദ്രോൽപ്പന്നങ്ങളാണ് ഒഡീഷയിൽ ഉൽപ്പാദിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി നോക്കാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 186, RSS 5 183, ലാറ്റക്സ് 127, ജാതിക്ക 330,
ജാതിപത്രി 2100, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 220, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിഡ് 70,200, കുരുമുളക് അൺഗാർബിഡ് 68,200, ഏലക്ക 2,350 മുതൽ 2,450 വരെ, വെളിച്ചെണ്ണ 36,800, കൊപ്ര 23,800, ചുക്ക് 24,000. Agri News, presented by കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ.